ആത്മിക പോരാട്ടം എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ആത്മിക പോരാട്ടം അതൊരു ബൃഹത്തായ വിഷയം തന്നെയാണ്. ദൈവമക്കളെ സംബന്ധിച്ച്, വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കളെ സംബന്ധിച്ച്, രക്ഷാനിർണയം പ്രാപിച്ച ദൈവമക്കളെ സംബന്ധിച്ച് ഇതൊരു ഏറ്റവും സങ്കീർണമായ വിഷയമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. നമ്മൾ ലോകപ്രകാരം ജീവിച്ചപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാമായിരുന്നു. ലോകപ്രകാരം ജീവിച്ച ഒരു സമയമുണ്ട്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു നിയന്ത്രണവുമില്ല, നമുക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നാം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ശേഷം ഉള്ള ജീവിതത്തിന് വളരെ വളരെ പ്രത്യേകതയുണ്ട്. അത് ആ ക്രിസ്ത്യ ജീവിതം ശരിയായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം കുറച്ച് ഒന്ന് അധ്വാനിക്കേണ്ടി വരും. ആത്മീക ജീവിതം, എങ്ങനെയുള്ള ആത്മീക ജീവിതം, അതൊരു പോരാട്ട ജീവിതം തന്നെയാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഭൂമിയിൽ മർത്യന്, ബാക്കി എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? സങ്കടമാണോ? ഭൂമിയിൽ മർത്യന് യുദ്ധസേവ, ഭൂമിയിൽ മർത്യന് യുദ്ധസേവയാണ് ഉള്ളത്. അവസാനം വരെയും ഒരു യുദ്ധം മനുഷ്യന് വേണ്ടിവരും. ജീവൻ ശരീരത്തിൽ നിന്ന് പോകുന്നവരെ ഒരു യുദ്ധം. ആരോടാ യുദ്ധം? യുദ്ധം മറ്റാരോടുമല്ല, പിശാചിനോടും അവൻ്റെ സൈന്യത്തോടുമാണ്. അവൻ്റെ കുറേ അണികളുണ്ട്. അവനോട് നമ്മൾ സ്ഥിരം പോരാട്ടം കഴിക്കേണ്ടതായിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ഒരു വിജയകരമായ ജീവിതം ഈ രംഗത്ത് നമുക്ക് കൈവരിക്കാനാണ്. വിജയകരമായ ഒരു ജീവിതം. മനുഷ്യ ജീവിതത്തിൽ തോൽവിയുണ്ട്, വിജയമുണ്ട്. തോൽവി സ്കൂളിലെ പരീക്ഷയിലൊക്കെ നമുക്ക് ഇവിടെ ജയവും തോൽവിയൊക്കെ ഉണ്ട്. നേഴ്സറി സ്കൂളിൽ മുതൽ പരീക്ഷ ആരംഭിക്കുക ഒരു കുട്ടിക്ക്. കോളേജ് തലത്തിലും മറ്റ് തുടർന്നുള്ള സാങ്കേതിക വിദ്യാഭ്യാസം പഠിക്കുന്നിടത്തൊക്കെ വിജയവും തോൽവിയുണ്ട്. പരീക്ഷ, ആ പരീക്ഷ എന്തിനാണെന്നറിയാമോ? പരീക്ഷ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനം കിട്ടാനാണ്. അടുത്ത ക്ലാസ്സിലേക്ക് ഉള്ള പ്രവേശനത്തിന് ഇയാൾ യോഗ്യനാണോ? 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്കുള്ള പരീക്ഷ, അവന് 5ാം ക്ലാസ്സിൽ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് അറിയാനാണ്. 10ാം ക്ലാസ്സിലൊരു പരീക്ഷ. എന്തിന്? +1 ഇരിക്കാൻ യോഗ്യതയുണ്ടോ എന്നറിയാൻ. ഇനി മെഡിക്കൽ കോളേജിൽ ചേരുന്നു. എന്തിനാ പരീക്ഷ? മെഡിക്കൽ കോളേജിൽ പരീക്ഷ? അത് അഡ്മിഷൻ കിട്ടാനൊരു പരീക്ഷ, ആ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും ഒടുക്ക ഒരു പരീക്ഷ. ആദ്യത്തെ പരീക്ഷ ഈ മെഡിക്കൽ ചേരാൻ ഇവൻ യോഗ്യനാണോ എന്നറിയാൻ. ഒടുക്കത്തെ പരീക്ഷ എന്തിനാ? മെഡിസിന് പഠിച്ച ഒടുക്കത്തെ പരീക്ഷ. ആ പരീക്ഷ രോഗിയെ ഇവന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റുമോ? എന്നുള്ളത് ആ പരീക്ഷ. തോറ്റു. അതിൽ നിന്ന് മനസ്സിലാകാം, ആ രോഗിയെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. രോഗിയെ നോക്കാൻ ഞാൻ ആയിട്ടില്ല എന്നർത്ഥം. ഇതുപോലെ തന്നെ ആ ക്രിസ്തീയ ജീവിതത്തിലുള്ള ആത്മിക പോരാട്ടം എന്ന് പറയുന്നത് ഒരു ആത്മിക പോരാട്ടം. എന്താ അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്? സ്പിരിച്വൽ വാർഫെയർ എന്നാണ് ആത്മിക ജീവിതം. പക്ഷേ എന്നും ഈ പോരാട്ടം തന്നെ പോരാട്ടം. നമുക്ക് വിജയിക്കാൻ പറ്റുമോ? ഈ പോരാട്ടത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമോ? വിജയിച്ച് അടുത്ത രംഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാനാകുമോ?
കർത്താവ് പറഞ്ഞു വിജയിക്കാമെന്ന്. കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് വിജയിക്കാം. നമ്മുടെ ഈ ആത്മീക പോരാട്ടത്തിൽ നമുക്ക് ഒരു പ്രയാസം കൂടാതെ വിജയിക്കാം. ഒരു പ്രയാസവുമില്ല. തോക്കുമെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു പക്ഷേ ചിന്താക്കുഴപ്പമാണ്. തോക്കത്തില്ല. അതിനുള്ള എല്ലാ നിബന്ധനകളും അതിനുള്ള വഴികളൊക്കെയാണ് തിരുവെഴുത്തിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിക്കുന്നതും അത് സംബന്ധിച്ചാണ്. ഇത് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളതിൽ ശക്തരാകാനാണ്. നിങ്ങൾക്ക് തോൽവി സംഭവിക്കരുത്. ഈ വിശുദ്ധ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ തോൽവി സംഭവിക്കാതിരിക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ കാര്യകാരണ സഹിതം ഈ രാത്രിയിലാണെങ്കിലും നാം കർത്തൃസന്നിധിയിൽ വന്ന് ഇത് പഠിക്കുന്നത്. ഇപ്പം നമുക്ക് ഏതാണ്ട് 9:45 മണിയൊക്കെ ആയി രാത്രി സമയം. ഒരുപക്ഷെ നാം ഉറങ്ങേണ്ട സമയമായിരിക്കും. അതൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഇതിനെ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു വിജയകരമായ ജീവിതം ഉണ്ടാകണം. ഒരു യുദ്ധം നമ്മുടെ മുമ്പിലുണ്ട്. ആ യുദ്ധത്തിന് നമ്മളോട് എതിർത്ത് നിൽക്കുന്ന ആള് ചെറിയ ആളല്ല. ചെറിയ ആള് തന്നെ, പക്ഷേ നമുക്ക് വിജയിക്കാൻ പ്രയാസമില്ല. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു വിജയിച്ച് മുന്നേറിയ ആളാണ്. വിജയിച്ചവനായ ആണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വിജയിക്കാൻ പ്രയാസമൊന്നുമില്ല. കാര്യം നമ്മൾ 73-ാം സങ്കീർത്തനം 73-ാമത്തെ സങ്കീർത്തനത്തിൽ വായിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത്, യഹോവേ നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. 73-ാമത്തെ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഇവിടെ 73-ാം സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കുന്നത് അതിൻ്റെ 23-ാമത്തെ വാക്യമാണ്. 73-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ ഇപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചന നീ എന്നെ നടത്തും, പിന്നത്തെ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. അപ്പം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് കണ്ടോ, യഹോവേ നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നെന്ന്. എൻ്റെ വലം കൈക്ക് നീ പിടിച്ചിരിക്കുന്നു. നമുക്കതിലൊരു ബോധ്യം വേണം, എന്നെ പിടിച്ചിട്ടുണ്ടെന്ന്. നമ്മളെ ഓരോരുത്തരുടെയും വലം കൈയിൽ കർത്താവ് പിടിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഉത്തമ ബോധ്യം ഇന്നുണ്ടാവണം. നമുക്കിതുണ്ടാകണം. നമ്മളൊക്കെ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഇത് പഠിക്കുക. വിവിധ സ്ഥലങ്ങളിലാണ്, വിവിധ വീടുകളിലിരുന്ന്, വിവിധ സ്ഥലങ്ങളിലിരുന്ന് നമ്മളിത് കേൾക്കുന്നതും പഠിക്കുന്നതും. നമുക്കൊരു ഉത്തമ ബോധ്യമുണ്ടോ എൻ്റെ കൈക്ക് കർത്താവ് പിടിച്ചിട്ടുണ്ടെന്ന്? ഞാൻ ഒരു കാര്യം കൂടെ എടുത്തു പറയട്ടെ. നമ്മുടെ ഈ ക്ലാസ് കുറച്ചുകൂടെ ഒന്ന് സജീവമാകാൻ നിങ്ങൾ പറ്റുന്നവരൊക്കെ തന്നെ നിങ്ങളുടെ വീഡിയോ ഒന്ന് ഓണാക്കിയാൽ നമുക്ക് കുറെ കൂടെ സന്തോഷകരമായിട്ടുള്ളത്. നിങ്ങളുടെ മുഖം എനിക്ക് കാണാം, എൻ്റെ മുഖം നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പം അങ്ങനെ അതാണ് കുറച്ചുകൂടെ സന്തോഷകരം നമുക്ക് ദൈവവചനം പഠിക്കാൻ, മുഖം കണ്ട്. അത് കുറച്ചുകൂടെ ആഭികാമ്യമായിരിക്കും. ആകട്ടെ, നെക്സ്റ്റ് ക്ലാസ് മുതൽ ചെയ്യാട്ടോ സാറേ. ആയിക്കോട്ടെ, താങ്ക് യു. അത് മതി. അടുത്ത ക്ലാസ് നിങ്ങൾ അതിന് അങ്ങനെ ഒന്ന് നമുക്ക് എല്ലാവരും ഒന്ന് കാണാമല്ലോ. നമ്മൾ തമ്മിൽ കാണുന്നത് തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. ശരി. അപ്പം 73-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 23-ാമത്തെ വാക്യം നമ്മൾ വായിച്ചല്ലോ. എന്ത്? യഹോവേ നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നമുക്ക് നമ്മുടെ വലം കൈ ഒന്ന് ഉയർത്തി നോക്കിയാൽ കാണാൻ പറ്റുമോ കൈ കർത്താവ് പിടിച്ചേക്കുന്നത്? നമുക്കത് കാണാൻ പറ്റില്ല. കർത്താവ് നമ്മുടെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഉണ്ട്, അദൃശ്യമുള്ള കർത്താവ്, അദൃശ്യനായ ദൈവം നമ്മുടെ വലം കൈക്ക് പിടിച്ചിരിക്കുകയാണ്. നമ്മളത് വിശ്വാസത്താൽ ബോധ്യപ്പെട്ടോണം. വിശ്വാസത്താൽ നമ്മളത് ബോധ്യപ്പെടണം. എന്നെ പിടിച്ചിരിക്കുന്നു. കാരണം ഞാൻ വിശ്വാസത്താൽ എനിക്കത് കാണാം, എൻ്റെ കയ്യെ പിടിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരാൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ, എന്നേക്കാൾ കരുത്തനും ശക്തനുമായിരിക്കുന്ന ഒരാളെ എൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തിന് വിഷമിക്കണം എന്നാ? എന്തിന് നമ്മൾ ഭയപ്പെടണം? എന്തിന് നമ്മൾ സങ്കടപ്പെടണം?
എന്തിന് നമ്മൾ വേവലാതിപ്പെടണം? ഇതൊന്നും കർത്താവ് ഒരു കരുത്തനായ ദൈവം നമ്മുടെ കൈക്ക് പിടിച്ചിരിക്കുന്നു. അവൻ ഒരേ സമയത്ത് ഇത്രയൊക്കെ ആളുകളുടെ കൈക്ക് പിടിക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കണ്ട. ഒരേ സമയത്ത് ലോകത്തുള്ള എല്ലാ ആളുകളുടെയും കൈക്ക് പിടിക്കാൻ അവന് സാധിക്കുമോ എന്ന് അങ്ങനെ നിങ്ങൾ ആ വശത്തേക്ക് ചിന്തിക്കണ്ട. എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം. ശരി, ഒരു സോൾജിയർ, ആത്മീക പോരാട്ടം, ഒരു യുദ്ധമാണല്ലോ, ആത്മീക പോരാട്ടം, ഒരു യുദ്ധമായത്. നമ്മൾ യുദ്ധക്കളത്തിൽ നിൽക്കുക. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ആൾക്ക് നമ്മുടെ സാധാരണ സിവിൽ ഡ്രസ്സ് മതിയോ? യുദ്ധമുണ്ടായി. നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ ധരിക്കുന്ന ഒരു മിനിമം ഒരു സിവിൽ ഡ്രസ്സിൽ യുദ്ധത്തിന് സ്ഥലത്തേക്ക് അങ്ങോട്ട് പോയി എന്നാൽ അവരെ ചേർക്കുവോ? യുദ്ധസ്ഥലത്ത് നമ്മുടെ സാധാരണ വീട്ടിലായി ഉപയോഗിക്കുന്ന സിവിൽ ഡ്രസ്സ് മാറ്റിവെച്ചു. അവിടെ അനുയോജ്യമായ അതിനുള്ള കാക്കി ഡ്രസ്സുണ്ട്. ബൂട്ട് വേണം, പാൻസ് വേണം, ഷർട്ട് വേണം, ബെൽറ്റ് വേണം, പിന്നെ തലയിൽ തൊപ്പിയുണ്ട്. നമ്മുടെ സാധന സാമഗ്രി കുടിക്കാനുള്ള വെള്ളവും മറ്റ് ഉള്ളതായ ഒരു സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു തോളെ തൂക്കുന്ന ഒരു ഷോൾഡർ ബാഗുണ്ട്. മതിയായ ആയുധങ്ങളുണ്ട്, തോക്ക്, വാള്, ഇതെല്ലാം കയ്യിൽ നിന്ന് പോയാലും ഒരു കടാരി ബാഗിൽ പ്രത്യേകം. ഇങ്ങനെ എല്ലാം സജ്ജമായിട്ടാണ് നമ്മൾ പോകുന്നത്. എന്തിന്? നമ്മുടെ യുദ്ധസ്ഥലത്തെ ആ എനിമിയെ നേരിടാൻ. യുദ്ധസ്ഥലത്ത് നമുക്കെതിരെ നിൽക്കുന്ന ആ ഒരു പടയാളിയെ നേരിടാൻ ഈ വക സാധനങ്ങൾ വേണം. ഒരുപക്ഷെ നാം ഒറ്റയ്ക്കായിരിക്കും, എതിർഭാഗത്ത് 5-6 പേര് കാണും. ഒരുപക്ഷെ നമ്മൾ 5-6 പേര്, പക്ഷെ ശത്രു ഒരാള്. ഇതതിൻ്റെ രീതി. എല്ലാ നിലയിലും സജ്ജമായ നിലയിൽ നമ്മുടെ ശത്രുവിനെ നേരിടുക. നമുക്ക് ഭയമില്ല, വേണ്ടത്ര ആയുധം നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഒന്ന് കയ്യിൽ നിന്ന് പോയാൽ പകരം വേറെയുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വേദപുസ്തകം നമുക്ക് തരുന്നതായ നിർദ്ദേശങ്ങൾ. വേദപുസ്തകം നമുക്ക് തരുന്നതായ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. അപ്പം ഈ ലോകത്തിലെ ഒരു ദൈവം, ഈ ലോകത്തിൻ്റെ ഒരു ദൈവമുണ്ട്. നമ്മൾ സേവിച്ച് നിൽക്കുന്ന ദൈവം ഈ ലോകത്തിൻ്റെ ദൈവമല്ല, അവൻ സ്വർഗത്തിലെ ദൈവമാണ്. അവൻ നമുക്ക് അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലമാരെന്ന് ദൈവം ഉയർത്തി ചോദിക്കുന്നുണ്ട്. ദൈവം നമുക്ക് അനുകൂലം തന്നെ. അതൊക്കെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ബോധ്യമുണ്ടോ? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ, ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ, ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ, ദൈവത്തെ എനിക്ക് കാണാൻ എൻ്റെ അടുക്ക നിൽക്കുന്നത്, ദൈവം എൻ്റെ അടുക്ക നിൽക്കുന്നത് എനിക്ക് കാണാം. പിന്നെ എനിക്കെന്താ ഭയം? ദൈവം എനിക്ക് അനുകൂലമാണ് താനും. അങ്ങനെയാണെങ്കിൽ ഇപ്പം എനിക്കിത് പ്രതികൂലം എന്താണ്? എനിക്ക് പ്രതികൂലമില്ല. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ദൈവം എന്നൊരു പദം അവിടെ കണ്ടോ? അപ്പം 2 ദൈവമുണ്ടോ? അത് ദൈവമല്ലത്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു പരമ ദൈവം. ഈ ലോകത്തിൻ്റെ ദൈവം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിശാചിനെയാ കാണിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നമുക്ക് ഒന്നിവിടെ ശ്രദ്ധിക്കാം. മുമ്പേ നിങ്ങൾ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായിരിക്കുകയാണ് നിർത്തേണ്ടതിന് ക്രിസ്തു ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. 21 കൂടെ ചേർത്ത് വായിച്ചു. 21 കൂടെ. ഒരിക്കൽ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് ക്രിസ്തു ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. മതി. അപ്പൊ നേരത്തെ നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മുൻപ് നമ്മൾ എങ്ങനെയായിരുന്നു, മുമ്പത്തെ ജീവിതം, മുമ്പേ. ഇപ്പോൾ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ 2 ഘട്ടങ്ങളാണ് ഉള്ളത്. 2 ഘട്ടം. ഒരു വ്യക്തിക്ക് 2 ഘട്ടം. പൗലോസിനോട് ചോദിച്ചേ,
നിന്റെ ജീവിതത്തിൽ എത്ര ഘട്ടമുണ്ടെന്ന് ഉണ്ടായിരുന്നു? നിന്റെ ജീവിതത്തിൽ നിനക്ക് എത്ര ഘട്ടമുണ്ടായിരുന്നു? എനിക്ക് 2 ഘട്ടമുണ്ടായിരുന്നു, പൗലോസ് പറയും. അവനും ഒരു പഴയ ചരിത്രം കുറെ പറയാനുണ്ട്, കുറെ പഴയ കുറെ ചരിത്രമുണ്ട് പൗലോസിന്റെ ജീവിതത്തിൽ. നമുക്ക് കൊണ്ട് കുറെ പഴയ ചരിത്രം പറയാൻ. അപ്പം കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മുമ്പേ നിങ്ങൾ ദുഷ്പ്രവൃത്തി കൊണ്ട് മനസ്സുകൊണ്ട് അകന്നവർ, ശത്രുക്കൾ. ആരുടെ ശത്രു എന്നാ? ദൈവത്തിന്റെ ശത്രു. സ്കൂളിൽ പഠിക്കുന്ന 2 പിള്ളേർ തമ്മിൽ തെറ്റി. സ്കൂളിൽ പഠിക്കുന്ന 2 പിള്ളേർ തമ്മിൽ പിണങ്ങി. നേരത്തെ വലിയ സ്നേഹിതന്മാരായിരുന്നു. പക്ഷെ ഇടയ്ക്ക് എന്തോ കാരണത്താൽ പിണങ്ങി. ഇപ്പോൾ വഴി വെച്ച് കണ്ടാൽ മിണ്ടത്തില്ല. പിണങ്ങി. അവർ 2 പേരും പിണങ്ങി. ശത്രു പോലെയായി. ഒരു ദിവസം അവർക്ക് തോന്നി, ഇങ്ങനെ ആയാ പോയാ നമുക്ക് തമ്മിൽ ഇണങ്ങാം എന്നിവർ തീരുമാനിച്ചു. 2 പേര് തമ്മിൽ ഇണങ്ങി. അപ്പൊ നേരത്തെ ശത്രുക്കളായിരുന്നു. കൂട്ടുകാരനെ കൊണ്ട് അവനെ തല്ലിച്ചു, അവന്റെ ആ ശത്രുത മനോഭാവം. പക്ഷെ അവൻ തീരുമാനിച്ചു, വേണ്ട, ഇനി അങ്ങനെ വേണ്ട, നമുക്ക് മിത്രമായി. അപ്പൊ ഇവിടെ പൗലോസ് 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ, മുമ്പേ നാം ക്രിസ്തുവിനോട് മനസ്സുകൊണ്ട് ആകുന്നവരെ, മനസ്സുകൊണ്ട് ശത്രുക്കളായിരുന്ന ശത്രുക്കൾ, ദൈവത്തിന്റെ ശത്രു. നാം ദൈവത്തെ അറിയാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ശത്രു ആകുകയാണ്. ദൈവത്തെ അന്വേഷിക്കാതിരിക്കുമ്പോൾ ഓർക്കണം, നാം ദൈവത്തിന്റെ ശത്രു ആകുകയാണെന്ന്. നമുക്ക് റോമാലേഖനം എടുക്കാം. റോമാലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം, റോമാലേഖനം 5-ാം അധ്യായം, അതിൻ്റെ 6-ാമത്തെയും 8-ാമത്തെയും 10-ാമത്തെയും വാക്യത്തിന്റെ ആദ്യ ഭാഗം മാത്രം വായിച്ചാൽ മതി. റോമാലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം, 8-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം, 10-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. നോക്കിക്കേ, നമ്മൾ ആരായിരിക്കുമ്പോൾ, 6-ാമത്തെ വാക്യം വായിക്കുന്നത്, നമ്മൾ ആരായിരുന്നപ്പോഴെന്നാ? ആ പദം ഒന്നുകൂടെ പറഞ്ഞേ. ബലഹീനരായിരിക്കുമ്പോൾ. ബലഹീനത എന്ന് ഇവിടെ ഉള്ള വാക്ക് ഉദ്ദേശിക്കുന്നത് ശാരീരികമായ ബലഹീനതയല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ വാക്യത്തിന്റെ ഘടനയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. 6, 8, 10 നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും, ഓർമ്മയിൽ നിർത്താൻ പറ്റും വാക്യങ്ങൾ. 6-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം. ബലഹീനർ. എങ്ങനെയുള്ള ബലഹീനത? ശാരീരികമായി ഒരുപാട് നടന്ന് പണിയെടുത്ത് അങ്ങ് ആ ബലഹീനതയല്ല ഇവിടെ പറഞ്ഞത്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് തോൽവികള്, പരാജയങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ പറയാനുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ കർത്താവ് നമ്മെ സ്നേഹിച്ചെന്നല്ലേ പറഞ്ഞത്. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ദോഷങ്ങളും വഴക്കും വർത്തമാനവും വേണ്ട, ഇങ്ങനൊരു സാഹചര്യം നാം ആയിരുന്നു കർത്താവ് നമ്മെ സ്നേഹിച്ചു. 2, 8-ാമത്തെ വാക്യം. അപ്പൊ അവിടെ നോക്കിക്കേ, നാം പാപിയായിരുന്നപ്പോൾ, നമ്മൾ പാപിയായിരുന്നപ്പോൾ നമ്മുടെ മുമ്പത്തെ സ്റ്റേജ് അതാണ്. ആ പാപം എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്ന ഒക്കെ പാപമാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെ പാപം തന്നെ, എല്ലാം പാപം. നമ്മൾ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്ന ഒക്കെ പാപം. പാപിയായിരുന്നപ്പോഴും. 3-ാമത്തെ പദം നോക്കിക്കേ, അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ചു. അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കാം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, ദൈവത്തിന്റെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു.
നമുക്ക് നിരപ്പ് വന്നു. അപ്പൊ നമ്മുടെ ശത്രുവായിരുന്നു. ആരുടെ ശത്രു? ദൈവത്തിന്റെ ശത്രു. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു മുമ്പ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്. ഇവിടെ 21-ാമത്തെ ഭാഗ്യം കൊലോസ്യ ലേഖനം 1:21. ദൈവം നമ്മളെ മുമ്പേ നമ്മുടെ സ്വഭാവം മുമ്പേ നമ്മുടെ സ്വഭാവം എങ്ങനെയായിരുന്നു മുമ്പേ. പക്ഷേ ആ മുമ്പത്തെ സ്വഭാവം നമ്മളെ വീണ്ടും തുടരരുത്. ആ ജീവിതം അത് തുടരാൻ പാടില്ല. അതിന്റെ യാതൊരു ഭാഗവും നമ്മുടെ ജീവിതത്തിൽ ഇനിയും തുടരാൻ പാടില്ല. തുടരാൻ പാടില്ല. അപ്പോൾ ഈ പോരാട്ട ജീവിതം, ഒരു പടയാളി, ഞാനൊരു ഒറ്റ പടയാളിയായിട്ട് യുദ്ധത്തിന് പോകുക. അവിടെ കുറെ പേരുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ എന്താകും? അവരെല്ലാം കൂടെ ചേർന്ന് എന്നെ പൊടിച്ചു കളയത്തില്ലേ? അതിനാണ് ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. കൂട്ടായ്മ. എനിക്ക് ആയുധമുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സുരക്ഷിതത്വ നടപടികളുമുണ്ട്, എനിക്ക് സർവായുധ വർഗമുണ്ട്, ഈ പറഞ്ഞ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സുസജ്ജിതമാണ്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെങ്കിലോ 100 പേരുടെ ഇടയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോവുക. 100 പേരുടെ ഇടയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക്, 100 ശത്രുക്കളുടെ ഇടയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോയാലോ, അതത്ര ഒരു ബുദ്ധിപരമായ കാര്യമല്ല. അതിനാണ് ഇവിടെ നമ്മൾ കൂട്ടായ്മ എന്ന് പറയുന്നത്. എൻ്റെ കൂടെ നിൽക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ കൂടെ ദൈവമുണ്ട്, കൂട്ടത്തിൽ എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുമുണ്ട്. എന്നെ കരുതുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്നെ അന്വേഷിക്കുന്ന, എന്നെക്കുറിച്ച് വിചാരിക്കുന്ന കുറെ ആൾക്കാർ എൻ്റെ പിൻപിലുണ്ട്. ആ പോരാട്ട ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള കാര്യം ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പ്രത്യേകം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ പോരാട്ട ജീവിതത്തിൽ നമ്മൾ തോക്കാൻ വേണ്ടിയല്ല, നമ്മൾ ജയിക്കാനായിട്ടാണ്. എങ്ങനെ ജയിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവ് ജയശാലിയാണ്. അവൻ ജയിച്ചയാളാണ്. അവൻ നമ്മുടെ ഉള്ളത് കൊണ്ട് അവൻ നമ്മളെ ജയിപ്പിക്കുക. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് വിചാരിക്കുക. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുക. കണക്കിലും ഒക്കെ ഞാൻ വളരെ പുറകിലാണ്. കണക്കിൽ ഞാൻ വളരെ പുറകിൽ. ഞാൻ 5-ാം ക്ലാസ്. കണക്കെനിക്കറിയാൻ വയ്യ. പിന്നെ ഹിന്ദി എനിക്കറിയാൻ വയ്യ. സയൻസ് എനിക്കറിയാൻ വയ്യ. പക്ഷെ എനിക്കൊരു സമാധാനമുണ്ട്. എൻ്റെ അയൽ വീട്ടിൽ താമസിക്കുന്ന ആളായ എൻ്റെ ടീച്ചർ, തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആ ടീച്ചറാണ് എൻ്റെ 5-ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ. മാത്രമല്ല ഞങ്ങൾ തമ്മിൽ അടുത്ത ബന്ധവും കൂടെ ഉണ്ട്. ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ എൻ്റെ കാര്യം അറിയാമല്ലോ, ഹിന്ദി എനിക്ക് ഒട്ടും, ഞാൻ പഠിക്കാഞ്ഞിട്ടല്ല, എനിക്ക് പഠിച്ചിട്ട് തലേ കയറുന്നില്ല. കണക്കും അങ്ങനെ തന്നെ, ഹിന്ദിയും അങ്ങനെ തന്നെ. എനിക്കൊരു സമാധാനം, ആ ടീച്ചർ എന്നെ തോപ്പിക്കത്തില്ലെന്ന്. ഞാൻ വളരെ പുറകില്ല, പക്ഷെ എനിക്കൊരു സമാധാനം, നല്ലൊരു ഉറപ്പുണ്ട്, ഈ ടീച്ചർ എന്നെ തോപ്പിക്കത്തില്ല. പറഞ്ഞ് വിചാരിച്ചതുപോലെ 5 തന്നെ 6-ാം ക്ലാസ്സിലോട്ട് കയറ്റി, ജയിച്ചു. എനിക്ക് വലിയ സന്തോഷമുണ്ടായി. പക്ഷെ 6-ാം ക്ലാസ്സിൽ ആ ടീച്ചർ അല്ല, 6-ലും 7-ലും ഒക്കെ. 6-ലും 7-ലും ഒക്കെ വേറെ ടീച്ചർമാർ. ഞാൻ പഠിച്ചേ പറ്റൂ. പക്ഷെ ഇവിടെ ഓർക്കുക, നമ്മുടെ കർത്താവ് എന്നും നമ്മുടെ ഭാഗത്താന്ന് ഓർക്കുക. ആ ടീച്ചർ 5-ാം ക്ലാസ്സിൽ മാത്രമായിരുന്നു എൻ്റെ ടീച്ചർ. കർത്താവ് എന്നും നമ്മോടൊപ്പം. അവൻ എന്നും നമ്മുടെ പക്ഷത്തുണ്ട്, എന്നും നമ്മുടെ കൂടെ. അതുകൊണ്ട് നാം അവനോട് ചേർന്ന് നിൽക്കത്തോളവും, അവനോട് നാം ചേർന്ന് നിൽക്കുന്നിടത്തോളം അവൻ നമ്മെ ജയിപ്പിക്കും, അവൻ നമ്മെ രക്ഷിക്കും എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള തർക്കവും നമുക്ക് വേണ്ട. അപ്പൊ ഇവിടെ നമുക്ക് വേദപുസ്തകത്തിലെ നമുക്ക് എഫേസ്യ ലേഖനം എടുക്കാം. അതിലെ ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ
രണ്ടാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. രണ്ടാമത്തെ വാക്യം, അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിക്ക് തക്കവണ്ണവും വായുമണ്ഡലത്തിലെ അധികാരങ്ങൾക്കും അനുസരണമില്ലാത്ത തലമുറകളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ആകാശത്തിലെന്ന് വേറൊരു തർജ്ജമ. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടെന്ന്. എന്താണ് അനുസരണക്കേട്? അനുസരണക്കേട് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ദൈവത്തെ വേണ്ട പോലെ അനുസരിച്ചില്ല, ദൈവത്തെ. രണ്ട്, ഈ ലോകത്തിലെ നിയമങ്ങൾ അനുസരിച്ചില്ല. ഈ ലോകത്തിലെ നിയമങ്ങളൊക്കെ നമ്മൾ കാറ്റിൽ പറത്തിയാണ് മുമ്പോട്ട് പോകുന്നത്. ദൈവത്തെ അനുസരിച്ചില്ല, ഈ ലോകത്തിലെ നിയമങ്ങൾ അനുസരിച്ചില്ല. അതുകൊണ്ട് അവർക്കുള്ള പേരെന്താണെന്ന് അറിയാമോ? അവർക്ക് ദൈവത്തിന്റെ വചനത്തിൽ ഒരു പേര് പറഞ്ഞിരിക്കുന്നു, അനുസരണക്കേടിന്റെ മക്കളെന്ന്. ദൈവത്തിന്റെ മക്കളെന്നല്ല. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പേരിട്ട് കൊടുക്കുന്ന പേര് അനുസരണക്കേടിന്റെ മക്കളെന്ന. കാരണം ദൈവത്തെ അനുസരിക്കുന്നില്ല, ഈ ലോകത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നില്ല. 2 വീലറിൽ 2 പേരെ കയറ്റാവൂ എന്നുള്ള നിയമം ഇരിക്കെ 4 പേരെ കയറ്റി പറപ്പിക്കുന്നു. നിയമലംഘനം. ഇതൊക്കെ ഒരു ദൈവവേദന ചെയ്യാനാവില്ല. അതതിൻ്റെ ഒരു പ്രത്യേകത. അനുസരണക്കേടിന്റെ മക്കൾ. അന്ന് അനുസരണക്കേട്. വിശ്വാസ ജീവിതം സ്വീകരിക്കുന്നതിന് മുമ്പ് അനുസരണക്കേട്. ഇപ്പോൾ അങ്ങനല്ല. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയൊക്കെ അനുസരിച്ച് നടന്നു. മൂന്നാമത്തെ വാക്യം കൂടെ വായിക്കാം. മൂന്നാമത്തെ വാക്യം കൂടെ, 2-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം കൂടെ. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ സ്വഭാവത്താൽ കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പൊ നോക്കി, എന്തെല്ലാം മക്കളാ? അനുസരണക്കേടിന്റെ മക്കള്. ഒന്ന്, അനുസരണക്കേടിന്റെ മക്കള്. 2, കോപത്തിന്റെ മക്കള്. ഇങ്ങനെ ഒരു പല വിശേഷതകൾ നമുക്കുണ്ടായിരുന്നു. പല പല വിശേഷതകൾ പറയാനുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവം എന്ത് ചെയ്തെന്നാ? ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ദൈവം എന്ത് ചെയ്തു എന്ന് അടുത്ത ഭാഗത്ത് വായിക്കുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളെ കൃപയാൽ നമ്മളെ രക്ഷിക്കപ്പെടാൻ സാധിച്ചു. ഒടുക്കം അതിൻ്റെ 2-ാമത്തെ ഇനിയും വായിക്കണ്ട. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ ഇതായിരുന്നു നമ്മുടെ മുൻ പരിചയവും നമ്മുടെ മുൻ ജീവിത രീതികളും ഒക്കെ ഇങ്ങനെയായിരുന്നു. പഴയ ജീവിത രീതിയൊക്കെ ഒരു ചരിത്ര ആവിഷ്കാരം ഇവിടെ പറഞ്ഞിരിക്കുക. മുൻപേ എങ്ങനെയായിരുന്നു. പക്ഷേ കരുണാസമ്പന്നനായ ദൈവവും നമ്മെ രക്ഷിച്ചു, നമ്മെ സ്നേഹിച്ചു, നമ്മെ പാപലോകത്തിൽ നിന്ന് വിടുവിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു. നമ്മെ അവൻ ഇപ്പോൾ 7-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ ഇരുത്തുകയും നമ്മളെ സ്വർഗം കാണിച്ചു തന്നു. സ്വർഗത്തിൽ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അവിടെ നിന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നമ്മളെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിൽക്കും, മോനെ നീ, ഞാൻ കുറച്ച് കഴിയുമ്പം വരാം എന്നുള്ള രീതിയായിരുന്നു. സ്വർഗത്തിൽ നമ്മെ കൊണ്ടുപോയി ഇരുത്തുകയും ചെയ്തു. അപ്പം ആത്മികമായിട്ട് നാം ഇപ്പോൾ എവിടെയാണ്? ആത്മികമായിട്ട് ഇപ്പൊ സ്വർഗത്തിലാണ് നാം. വീണ്ടും ജന്മം പ്രാപിച്ചു, രക്ഷിക്കപ്പെട്ടു, ഹൃദയത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അങ്ങനെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച എല്ലാ ആളുകളെയും ദൈവം അക്ഷരികമായിട്ടല്ല ആത്മികമായിട്ട് കൊണ്ടുപോയി സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്.
ഈ ഒരു ബോധ്യം നമുക്ക് വേണം. അപ്പൊ ഞാനിപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, 73-ാം സങ്കീർത്തനത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, യഹോവേ നീ എൻ്റെ വലം കൈക്ക് പിടിച്ചു. പിടിക്കാമെന്നാണോ? പിടിക്കാമെന്നൊക്കെ പറഞ്ഞല്ലോ. പിടിക്കാമെന്നൊക്കെ പറഞ്ഞില്ല, പിന്നെ എന്തുകൊണ്ട് എപ്പോഴും പിടിക്കാത്തത്? അങ്ങനൊരു ചോദ്യം ഇവിടെ ഉദിക്കുന്നില്ല. പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ പിടിച്ചില്ല. പിടിക്കുമായിരിക്കും എന്നല്ല, പിടിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവവചനമൊക്കെ പൂർണ്ണമായിരിക്കുന്ന ബോധ്യമായത്. ബോധ്യം വായിച്ചു വിടുകയല്ല, ബോധ്യമാണ്. കർത്താവ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതേന്നാ അതിന് അർത്ഥം. വലം കൈക്ക് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഉണ്ട്, യെസ്, ഞാൻ സമ്മതിക്കുന്നു. എനിക്കത് ഉത്തമ ബോധ്യമുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ എനിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്ന്? അതാ നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഈ ആത്മീക പോരാട്ടത്തിൽ നമ്മുടെ വിജയം അതുതന്നെയാണ്, ഒരു ഏറ്റുപറച്ചിലാണ്. ഇവിടെ വേദപുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും ഏറ്റുപറച്ചിലാണെന്ന് ഓർക്കുക. നാം 73-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യത്തിൽ ഞാൻ എടുത്തു പറയുന്നു, യഹോവേ നീ എൻ്റെ, എന്നിട്ടും ഞാൻ നിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു. യഹോവേ നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. നിന്റെ ആലോചന, ഞാൻ പോകുന്നതും വരുന്നതും അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് പോയതും ഒക്കെ എങ്ങനെ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി എന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. അതിന്റെ ബാക്കി പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും പല ഭാഗത്തോട്ട് പോയതൊക്കെ തന്നെ നിന്റെ ആലോചന അനുസരിച്ച് തന്നെയാണെന്ന് ഒരു ഉത്തമ ബോധ്യം. കാരണം നീ എന്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ടല്ലോ. നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്. കർത്താവ് എൻ്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാരണമായിട്ട് നമ്മുടെ കുട്ടിയെ തല്ലാൻ പറ്റുമോ നമുക്ക്? എൻ്റെ വലം കൈക്ക് കർത്താവ് പിടിച്ച കാരണമായിട്ട് യാതൊരു കാരണവുമില്ലാതെ നമുക്ക് ദേഷ്യം വന്നപ്പോൾ നമ്മുടെ കുട്ടിയെ നമ്മൾ തല്ലുവോ? നമ്മുടെ ദേഷ്യം തീർക്കാൻ ഇല്ല. കർത്താവിൻ്റെ കയ്യെ പിടിച്ചിരിക്കുക. ഇനിയിപ്പം എൻ്റെ സ്വാതന്ത്ര്യത്തിന് എനിക്ക് പോകാനൊക്കത്തില്ല. എൻ്റെ സ്വാതന്ത്ര്യത്തിന് എൻ്റെ കൈയെടുത്ത് ഉപയോഗിക്കാനൊക്കത്തില്ല. എൻ്റെ സ്വാതന്ത്ര്യത്തിന്. കാരണം എൻ്റെ കർത്താവ് എൻ്റെ കയ്യെ പിടിച്ചേക്കുന്നു. എനിക്ക് പറയാൻ പറ്റുമോ കർത്താവെ കയ്യിൽ നിന്ന് വിടാവോ എന്ന്? പറ്റുമെന്നോ ഇല്ലെന്നോ? പറ്റത്തില്ല. കർത്താവ് മുറുകെ പിടിച്ചിരിക്കുക. കർത്താവ് ഒന്ന് കയ്യിൽ നിന്ന് വിടാവോ? എനിക്ക് അങ്ങേ വീട്ടിലെ പ്ലാവിന്നൊരു ചക്ക ഇടാനുണ്ട്. അങ്ങേ വീട്ടിലെ പ്ലാവിന്നൊരു ചക്ക ഇടാനുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് വിടാമോ? സാധിക്കത്തില്ല. ഇവിടെ സമ്പൂർണമായിട്ട് കർത്താവിൻ്റെ നിയന്ത്രണത്തിന് കീഴില്ല. അപ്പൊ അങ്ങനെ കർത്താവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിന് വിധേയപ്പെട്ടാണെങ്കിൽ നമുക്കിവിടെ തോൽവി, നമുക്കിവിടെ പരാജയം. ശത്രു നമ്മളെ തോൽപ്പിക്കുവോ? എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നില്ല, എൻ്റെ കയ്യെ പിടിച്ചേക്കുന്നു. നമ്മൾ ഒരു ചെറിയ കുട്ടി, 4 വയസ്സുള്ള കുട്ടിയെയും കൊണ്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നു. 4 വയസ്സുള്ള കുട്ടിയും കൊണ്ട്. കുട്ടിക്ക് അത് കാണുമ്പോൾ അങ്ങോട്ടൊന്ന് പോകണം, ഇങ്ങോട്ടൊന്ന് പോകണം. വാഹനത്തിൻ്റെ ഒക്കെ ഇടയ്ക്കൂടെ നമ്മൾ ഈ കുട്ടിയെ കൊണ്ട് എങ്ങനെ പോകുമെന്നാ ഉപയോഗിച്ച് ഈ കുട്ടിയുടെ കയ്യെ കയറി പിടിച്ചിരിക്കുക. കുട്ടിയാണെങ്കിൽ കുതറുക. അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, മറ്റേ കടയിലൊന്ന് കയറണം, ബലൂൺ വാങ്ങിക്കണം, PP വാങ്ങിക്കണം. നമ്മൾ വിടത്തില്ലെന്നും. നോക്കിക്കേ, ഇതുപോലെ ദൈവം നമ്മളോടുള്ള ബന്ധത്തിൽ
നമ്മോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ തന്നെയാണ് ദൈവവും ചെയ്യുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ട് വിശ്വസിക്കുകയും ഓർക്കുകയും ചെയ്യണം. ഏത് സാഹചര്യത്തിലും കർത്താവ് എൻ്റെ കയ്യെ പിടിച്ചിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യം. മാത്രമല്ല, ഞാൻ രണ്ടാമത്തെ കാര്യം പറഞ്ഞു. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. സ്വർഗത്തിൽ എന്നെ ഇരുത്തുകയും ചെയ്തെന്ന്. ഇതും വിശ്വാസത്താലാകട്ടോ. കർത്താവ് നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു ആത്മികമായിട്ട്. ഉത്തമ ബോധ്യമുണ്ട്. അങ്ങനെ ഉത്തമ ബോധ്യപ്പെടണം. എന്തിന്? ഈ ആത്മിക പോരാട്ടത്തിൽ വിജയിച്ച് മുന്നേറാൻ. കർത്താവിനെ സ്വർഗത്തിൽ ഇരുത്തിയേക്കുന്നു. അതുകൊണ്ട് പിശാച് വന്ന് എന്നോട് യുദ്ധം ചെയ്യത്തില്ല, പിശാച് വന്ന് എന്നോട് വെല്ലുവിളിക്കത്തില്ല. കർത്താവിന്റെ സമ്മതമില്ലാതെ പിശാചിന് സ്വർഗത്തിൽ കയറാൻ പറ്റില്ല. സാറേ, സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള വചനം ഏതിലാ? എഫേസ്യൻസിലെ 2-ന്റെ 2-ാം അധ്യായം 7-ാം വാക്യം. 7-ാം വാക്യം. 2-ാം അധ്യായം 7-ാമത്തെ ഒന്നുകൂടെ വായിച്ചോളൂ. ക്രിസ്തുയേശുവിൽ നമ്മെ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തെന്ന്. ഇരുത്തി. നമ്മളിവിടെ നമ്മുടെ അതാത് വീട്ടുകളിൽ നമ്മൾ കസേരയിൽ ഇരിക്കുന്നു. അതേസമയം നമ്മൾ ഓർക്കണം, നമ്മൾ സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുകയാണെന്ന്. അതുകൊണ്ട് യാതൊരു നിലയിലും നമ്മളെ ഉപദ്രവിക്കാനോ നമ്മളെ കയ്യേറ്റം ചെയ്യാനോ സാധിക്കത്തില്ല. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ഇതിനകത്ത് നമുക്ക് കുറച്ച് വിശ്വാസമായി വേണ്ടത്. വേദപുസ്തകം എന്ന് പറയുന്നത് അതിലെ എല്ലാ സത്യങ്ങളും വിശ്വസിക്കാനുള്ളതാണ്. ഇപ്പം ഉദാഹരണം ഞാനൊന്ന് പറയാം. പിന്നെ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം. മത്തായി 15. ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്ക വന്നു. യേശുവിൻ്റെ പിന്നാലെ അവളിങ്ങനെ പോവുക. കനാന്യ സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ ഇങ്ങനെ അങ്ങോട്ട് പോവുക. കുറേ പോയിട്ടും കുറേ നടന്നിട്ടും യേശു ഒന്നും അവളോട് ഉരിയാടുന്നില്ല. ശിഷ്യന്മാരും പറഞ്ഞു, കർത്താവേ, എത്ര സമയം കൊണ്ട് ഈ സ്ത്രീ നമ്മുടെ പുറകെ വരിക. ഈ സ്ത്രീ നമ്മളെ വല്ലാതെ പുറകെ വരികന്നു. ഇവിടെ ഒന്ന് പറഞ്ഞു വിട്. പെട്ടെന്ന് സൗഖ്യം കൊടുത്ത് പറഞ്ഞു വിടാനല്ല പറഞ്ഞത് ശിഷ്യന്മാര്. ഇവിടെ പെട്ടെന്ന് സൗഖ്യം കൊടുത്താൽ ഇവിടെ പോയാലോ, നമുക്ക് സമാധാനമായിട്ട് പിന്നെ മുമ്പോട്ട് പോകാം എന്നല്ല ഇവിടെ പറഞ്ഞു വിട്ടേ. എന്നിട്ടും യേശു ഒന്നും ഉരിയാടിയില്ല. പിന്നെ അവൾ എന്ത് ചെയ്തു? ദാവീദ് പുത്ര എന്നൊക്കെ വിളിച്ചിങ്ങനെ പുറകെ പോകുന്നുണ്ട്. ഒടുക്കം അവള് പുറകിൽ നിന്ന് മുമ്പിൽ വന്നു. അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ടത്, ഈ വാസ്തവത്തിൽ നമ്മൾ യേശുവിന്റെ പിറകിലോ യേശുവിന്റെ മുമ്പിലോ? അവള് പുറകിൽ യേശുവിന്റെ മുമ്പിൽ വന്നു. ഇവിടെ പുറകിൽ നിന്ന് മുമ്പിൽ വന്നു, കാൽക്കൽ വീണു. യേശു ഇതിനിടയ്ക്ക് ഒരു സംഭാഷണം. കർത്താവേ, ദാവീദ് പുത്ര, എൻ്റെ കുട്ടിയെ രക്ഷിക്കണം. കുട്ടി ദീനം പിടിച്ച് ഭൂതോപദ്രവത്താൽ കഠിനമായി വിഷമിച്ച് വീട്ടിൽ കിടക്കുക. കഠിനമായി ഭൂതോപദ്രവം എന്ന്. ഞാൻ വീട്ടിൽ അവളെ ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു നിന്നോട് പറയാൻ. രോഗിയെ കൊണ്ടുവന്നിട്ടില്ല. അവളുടെ രോഗിയെ യേശുവിന്റെ കൊണ്ടുവന്നിട്ടില്ല. അവളുടെ വിശ്വാസം കണ്ടോ? ഇനിയിപ്പം യേശുവിനോട് ചോദിച്ചു. യേശുവിൻ്റെ അടുക്ക വന്നപ്പോൾ യേശു ചോദിക്കുക, നിന്റെ രോഗി എവിടെ? രോഗിയെ കൊണ്ടുവന്നില്ലല്ലോ. രോഗിയെ കൊണ്ടുവരണ്ടേ? അങ്ങനൊരു ചോദ്യം യേശുവിൽ നിന്ന് ഉണ്ടാകത്തില്ല എന്നവൾക്കറിയാം. മാത്രമല്ല, ആ കുട്ടിയെ അങ്ങനെ അവിടുന്ന് പരസ്യമായിട്ട് കൊണ്ടുവരാൻ തക്കവണ്ണമുള്ളൊരു ശരീരസ്ഥിതിയോ ആത്മീക സ്ഥിതിയോ അല്ല അവക്ക്. അതുകൊണ്ട് വീട്ടിൽ അടച്ചിട്ടേച്ച് പോന്നിരിക്കുക. രോഗി വന്നിട്ടില്ല. അത് അവളുടെ വിശ്വാസമാണ്. സഹോദരന്മാരെ ഓർക്കുക, അത് അവളുടെ വിശ്വാസമാണ്. രോഗിയെ കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന്. ഭൂതോപദ്രവം കഠിനം. നീ വന്ന് കുട്ടിയെ രക്ഷിക്കണം.
അപ്പോൾ യേശുവിൻ്റെ വാക്ക്, ഇതൊക്കെ വിശ്വാസത്താൽ അധിഷ്ഠിതമാണെന്ന് ഓർക്കണം. യേശുവിൻ്റെ വാക്ക്, മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് എങ്ങനെ? ഇതാ യേശുവിൻ്റെ ചോദ്യം. ഞാൻ യഹൂദന്മാരെ സൗഖ്യമാക്കാനാണ് വന്നിരിക്കുന്നത്, അവരാണ് എൻ്റെ മക്കൾ. ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അല്ലാതെ എന്നെ ദൈവം അയച്ചിട്ടില്ല എന്ന് യേശു പറഞ്ഞത് ഓർക്കണം. മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കുട്ടികളെന്ന് എങ്ങനെ കൊടുക്കും? അത് നിയമമാണോ? ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ഇതൊക്കെയാ യേശുവിന്റെ ചോദ്യം. അപ്പൊ അവളുടെ മറുപടി കേട്ടോ, മത്തായി 15 അവളുടെ മറുപടി എന്താ? കർത്താവേ, ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്നത് ചില നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ, അത് നായ്ക്കൾക്കുള്ള അവകാശമാണ്. ആ താഴെ വീണത് ആരും പിറക്കിയെടുത്ത് പിന്നെ തിന്നാറില്ല. നായ്ക്കൾക്കാണ് ആ താഴെ വീഴുന്ന ഒന്ന് തെറിച്ച് താഴെ പോയി. താഴെയാണെങ്കിൽ അഴുക്കുമൊക്കെ ഉണ്ട്, മേശയുടെ താഴെ നമ്മൾ ചവിട്ടി പോകുന്ന സ്ഥലമൊക്കെ അല്ലേ. അവിടെ ഒരു കഷ്ണം വീണാൽ എത്ര വലിയ കഷ്ണമാണേലും എടുക്കാറില്ല. അത് പിന്നെ എല്ലാം കൂടെ വാരി നായ്ക്കോ പൂച്ചയ്ക്കോ നമ്മൾ കൊടുക്കും എന്നാ അവൾ പറഞ്ഞത്. അപ്പോൾ കർത്താവിന് വലിയ സന്തോഷം. എന്താ പറഞ്ഞത്? അവള് സമ്മതിച്ചല്ലോ, ഞാനൊരു നായാണെന്ന് അവൾ സമ്മതിച്ചല്ലോ. ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷണങ്ങൾ തിന്ന് നായ്ക്കൾ ജീവിക്കുന്നുണ്ടല്ലോ. അവൾ നായ എന്ന് സമ്മതിച്ചു, ആക്ഷേപിച്ചില്ല യേശുവിനെ. എന്താ നീ ഇങ്ങനെയൊക്കെ ഒരു വർത്താനം പറയുന്നേ? ഞങ്ങൾ നായാണോ എന്നൊക്കെയല്ലേ ചോദിക്കേണ്ടത്? എന്താ ഞങ്ങളെ നായായിട്ട് കണക്ക് കൂട്ടിയത്? ഞങ്ങൾ അത്രയും അതപ്പതിച്ചോ എന്നൊന്നും അവൾ ചോദിച്ചില്ലല്ലോ. നായാണെന്ന് സമ്മതിച്ചു. അപ്പോൾ കർത്താവ് അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയതെന്ന്. നിന്റെ വിശ്വാസം വലിയത്. അങ്ങനത്തെ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അപ്പം എഫേസ്യർ 6 അവിടെ കർത്താവ് സർവായുധ വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശ്വാസം എന്ന പരിചയം വായിക്കുന്നില്ലേ? വിശ്വാസം എന്ന ഒരു ഡൗട്ട്, ആ വീഴുന്നപ്പം അല്ല സ്ത്രീ തിന്നാൻ നോക്കിയത്? അപ്പൊ അല്ല, മേശയെന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. നമ്മുടെ കാര്യം വിചാരിച്ചാൽ മതി. മേശയിൽ ഇരുന്നപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു, പിള്ളേരും മക്കളും എല്ലാം കൂടെ ഒന്നിച്ചു നിന്ന് ഭക്ഷണം കഴിച്ചു. ഒരു കഷ്ണം തെറിച്ച് താഴെ പോയി. നമുക്ക് കഴിക്കാനുള്ളത് അത് അബദ്ധവശാൽ ഒരു കഷ്ണം പൊട്ടി താഴെ വീണതാ. നമ്മൾ കഴിക്കാറില്ല. ആ താഴെ അതെല്ലാം കൂടെ വാരി നമ്മൾ പട്ടിക്കോ പൂച്ചയ്ക്കോ കൊടുക്കും. അതാ കർത്താവ് ഇവിടെ ഉദ്ദേശിച്ചത്. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ രോഗശാന്തി എന്നുള്ളത് നിങ്ങൾക്കുള്ളതല്ലിത്, ഇസ്രായേലിനുള്ളതാ. അപ്പോഴാണ് അവള് പറഞ്ഞത്, അല്ല, താഴെ വീഴുന്നത് ഞങ്ങൾക്ക് തന്നൂടെ? ഈ താഴെ കൊഴിഞ്ഞു വീണല്ലോ, മറ്റൊരു തന്നെ കൊടുക്കാം. ഞാൻ ചോദിച്ചത് അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? എങ്ങനെ താഴെ വീണത് തന്നൂടെ എന്ന് ചോദിക്കാൻ കാരണം? അല്ല, മറ്റേത് കർത്താവ് പറഞ്ഞല്ലോ, എന്റെ മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് എങ്ങനെയെന്ന്. ഈ കൊണ്ടുവന്നത് ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയിട്ട്. മക്കൾക്ക് വേണ്ടിയാ. ഒരു കഷ്ണം പൊഴിഞ്ഞ് താഴെ പോയി, അത് തന്നാ മതി എന്നാ പറഞ്ഞത്. നമ്മൾ വീട്ടിൽ നമ്മൾ അപ്പന്മാര് ഒക്കെ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ കുട്ടിക്ക് വാങ്ങിച്ചോണ്ട് വരും. വായിലിട്ട് ഇങ്ങനെ നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ വീണു, ആ മുട്ടായി താഴെ വീണു. നമ്മൾ കുട്ടിയെ വിലക്കും, അവൻ എടുത്ത് കഴിക്കാൻ നോക്കും. നമ്മൾ പറയും, എടുക്കണ്ട, പോട്ടെ, അഴുക്കൊക്കെ പറ്റിട്ടോ. കുട്ടിക്ക് താഴെ വീണത് കിട്ടിയേ പറ്റൂ, അവൻ അറിയത്തില്ലല്ലോ. നമ്മൾ പറയും വേണ്ട. ഇങ്ങനെ ഒരു സാധനമാണ് ഈ സ്ത്രീയും പറഞ്ഞത്. അതെനിക്ക് തന്നോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇവിടെ അവളുടെ വിശ്വാസത്തെ കർത്താവ് ചെക്ക് ചെയ്യുക. വിശ്വാസം, അതെ, അവളുടെ വിശ്വാസത്തെ പരീക്ഷിച്ചതാണല്ലോ അത്. അതെ, വിശ്വാസത്തെ തിരിച്ചു പോയില്ല. അവള് ദേഷ്യപ്പെട്ട് തിരിച്ചു പോവാതെ ആ യേശു പറഞ്ഞതിനോട് അവൾ അനുസരിച്ച് പോന്നു. അവളുടെ വിശ്വാസത്തെ പരീക്ഷിച്ചതാണ്. വിശ്വാസത്തിന് മാത്രമല്ല, അവൾ സ്വയം സമ്മതിക്കണം. ഞാൻ തന്നെ നായെന്ന് അവൾ സമ്മതിക്കുക.
ഞാനൊരു നായ തന്നെ. ആ ആ അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, നീ എന്നെ ഇങ്ങനെ ആക്ഷേപിക്കരുതായിരുന്നു കേട്ടോ, ഇങ്ങനെ നീ എന്നെ അങ്ങോട്ട് തരം താണെന്നേലെ കാണണ്ടായിരുന്നു. സൗഖ്യം തരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. പക്ഷെ നീ ഇങ്ങനെ എന്നെ പട്ടിയാന്ന് പറഞ്ഞത് എനിക്കൊരു ആക്ഷേപമായി എന്ന് അവള് പറഞ്ഞില്ലല്ലോ. അവള് സമ്മതിച്ചു. വീണത് എടുക്കുന്നു എന്നാണ് അവള് പറഞ്ഞത്. അതെ, നായിക്ക. അപ്പൊ കർത്താവ് അവളെ നോക്കി ആളെ തന്നെ താഴ്ത്തി. കർത്താവ് അവളെ തന്നെത്താൻ താഴ്ത്തി. തന്നെത്താൻ താഴ്ത്തുന്നവനൊക്കെ തന്നെത്താൻ താഴ്ത്തുന്നവനൊക്കെ ഉയർത്തപ്പെടും. തന്നെത്താൻ ഉയർത്തുന്നവനൊക്കെ താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവനൊക്കെ ഉയർത്തപ്പെടുകയും ചെയ്യും. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. അപ്പൊ അങ്ങനൊരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനൊരു വിശ്വാസം യേശു നമ്മുടെ അടുക്കലുണ്ട്, ഒരു സംശയമില്ല. കർത്താവ് എൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല. എന്നെ കർത്താവ് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു, എനിക്കൊരു സംശയമില്ല. 33-ാമത്തെ അധ്യായം ആവർത്തന പുസ്തകം, നമുക്ക് ആ വാക്കുകൂടെ എടുക്കാം. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു, അവന്റെ സകല വിശുദ്ധന്മാർ തൃക്കൈയിൽ ഇരിക്കുന്നു, അവർ തൃക്കാലത്തിലിരുന്നു, അവർ തിരുവചനങ്ങൾ പ്രാപിച്ചു. മതി. അപ്പം ഈ എന്തോ പറഞ്ഞു വന്നതായിരുന്നു കേട്ടോ, അത് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ലേ? എഫേസ്യരുടെ അല്ല, എന്താ പറഞ്ഞേ? എഫേസ്യരിലെ പറയാൻ വന്നതായിരുന്നു. പിന്നെ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 6-ാം അധ്യായത്തിൽ നമുക്ക് ഒടുക്കം വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊണ്ട് നിൽപ്പീൻ എന്ന്. ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊണ്ട് നിൽപ്പിൻ. ഞാൻ ഇപ്പൊ ഒരു ഒറ്റ വാക്കിന്. അപ്പൊ ഇവിടെ ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ, അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാ? കർത്താവ് നമ്മളെ എവിടെ ഇരുത്തിയിരിക്കുന്നെന്ന്. ആവർത്തനം 33-ന്റെ 3 തൃക്കൈയിലിരിക്കുന്നു. തൃക്കൈയിലിരുത്തിയിരിക്കുന്നു. ഒരേ സമയം തൃക്കൈയിൽ, ഒരേ സമയം സ്വർഗത്തിൽ. ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് ഒരു ചിന്ത വേണ്ട. എങ്ങനെ സാധിക്കും ഇതൊക്കെ? കർത്താവിന് സാധിക്കും. അതുകൊണ്ടല്ലേ നമുക്ക് അവനെ കർത്താവെന്നും അവനെ ദൈവമെന്നും നാം വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ലോകത്തിലെ ജീവിത പോരാട്ടത്തിൽ ദൈവം നമ്മോടൊപ്പം ഉള്ളത് കൊണ്ട് നമുക്ക് തോൽവി എന്നുള്ളൊരു കാര്യം ഇവിടെ വിചാരിക്കേണ്ട. തോൽവി. നമുക്ക് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമുക്ക് പോരാട്ടം ഉള്ളത്. ഇവിടെ ചില എന്തെല്ലാം ചെയ്യണമെന്നുള്ള കാര്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ, അതായത് 13-ാമത്തെ വാക്യം, നമുക്ക് 13 മുതലുള്ള വാക്യം എന്ന് വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഈ ദുഷ്കാലങ്ങളിൽ എതിർത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളും. അപ്പൊ ഉറച്ചു നിൽക്കുക, ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവം നമ്മുടെ കയ്യെ പിടിച്ചിട്ടുണ്ട്, നമ്മുടെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. 3, നമ്മെ തൃക്കൈയിൽ ഇരുത്തിയിരിക്കുകയാണ്. കർത്താവിന്റെ കയ്യിൽ ഇരിക്കുക. അപ്പൊ ഇത്രയൊക്കെ, ഇതുപോലെ എത്ര വാഗ്ദത്തങ്ങൾ വേറെയുണ്ട്. ഇതൊക്കെ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമ്മളിവിടെ ഒരു തോൽവിയെ ഭയക്കണം? പിശാചി നമ്മളെ തോൽപ്പിക്കുമെന്ന്, പിശാചി നമ്മളെ മറിച്ചിടുമെന്ന്, പിശാചി നമ്മളെ പാറ്റിക്കളയുമെന്ന്, ഇതുപോലുള്ള ഒട്ടനവധി പ്രോമിസ് ഉണ്ട്.
ദൈവത്തിൻ്റെ സർവായുധ വർഗം. അതിൽ എത്രയുണ്ട്? ഒരു സെറ്റാ അത്, ഒരു സെറ്റാ. ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന പെട്ടെന്ന് ഒരു നവജാത ശിശു, ആ ഈ നവജാത ശിശുക്കൾക്ക് കമ്പനിക്കാരുടെ ഡ്രസ്സുണ്ട്, സെറ്റ്. അത് ഈ പൗഡറുണ്ട്, കൺമഷിയുണ്ട്, കയ്യിലിടുന്ന ഗ്ലൗസോ, അങ്ങനെ ഒരു സെറ്റ് 6-7 കൂട്ടം സാധനമുണ്ട് ഈ നവജാത ശിശുവിന് കൊടുക്കാൻ. അത് കമ്പനിക്കാരുടെ വക ഒരു വലിയ പാക്കറ്റിലാണ് വരുന്നത്. കൊച്ചൊരു പൗഡർ, പിന്നെ കൺമഷി, ഒരു 5-6 കൊച്ച് നിക്കറുകൾ, കുറേ കുട്ടിയുടുപ്പ്, ഇതെല്ലാം കുറച്ച് കാലയിടുന്ന ഒരു ചെരുപ്പ്, സോക്സ്, ഇതെല്ലാം കൂടെ ചേർന്ന് 200 രൂപ ഒരു സെറ്റാണ്. ഞാൻ ചെന്ന് പറയാം, സാറേ അതെ ആ ചെരുപ്പ് മാത്രം മതി ഞങ്ങൾക്ക്, ബാക്കി വേണ്ട, ആ ചെരുപ്പ് ആ ജോഡി ഇങ്ങോട്ട് തന്നേരെ. അവരങ്ങനെ തരത്തില്ല, അങ്ങനെ തരത്തില്ല. ആ സെറ്റാണ്. എനിക്കിപ്പോൾ തൽക്കാലം ചെരുപ്പ് മാത്രം മതി, അതിങ്ങ് തന്നേരെ, 100 രൂപ തരാം. അല്ലെങ്കിൽ അതിലെ കൺമഷൻ മാത്രം ഇങ്ങോട്ട് തന്നേരെ. അങ്ങനെ തരത്തില്ല, അതൊരു സെറ്റാ. ഒരു നല്ല പ്ലാസ്റ്റിക് പാക്കറ്റ്, ഒരു കുട്ടിയുടെ ചിത്രമൊക്കെ വെച്ചൊരു സെറ്റാണ്. ഇവിടെ അതുപോലൊരു സെറ്റാണ്. 6-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു സെറ്റ് സാധനം. ഉറച്ചു നിൽക്കാൻ, പിശാച് നമ്മളെ തോൽപ്പിക്കാതിരിക്കാൻ, പിശാച് നമ്മളെ മറിച്ചിടാതിരിക്കാൻ, നമ്മളെ തെള്ളിയിടാതിരിക്കാൻ, വീഴ്ത്താതിരിക്കാൻ ഉള്ള ഒരു സെറ്റ് ആയുധം. ഇത് സൗജന്യമാണ്, വില കൊടുക്കണ്ട. ഇതെടുത്തങ്ങ് അണിഞ്ഞ് നിൽക്കുന്നിടത്തോളം, നമുക്ക് ഒരു പ്രശ്നവും ശത്രുവിൻ്റെ ഭാഗത്തു നിന്നില്ല. ശത്രു നോക്കാൻ വരും, സർവായുധ വർഗം ഇവൻ ധരിച്ചിട്ടുണ്ടോ എന്ന്. നോക്കുമ്പോൾ ധരിച്ചിട്ടുണ്ട്, ചെരുപ്പുണ്ട്, ശിരസ്ത്രമുണ്ട്, കയ്യിൽ ദൈവത്തിൻ്റെ വചനമെന്ന ആത്മാവിൻ്റെ വാളുണ്ട്, ഇതൊക്കെയുണ്ട്. പിശാച് വന്ന് നോക്കിയപ്പോൾ എല്ലാം ഉണ്ട്. അവൻ പറഞ്ഞു, ഇവിടെ ഇയാളോട് ശരിയാവത്തില്ല, നമുക്ക് പോയേക്കാം.